ഹരി ഓം. ദശകം 36 ശ്ലോകം 9. ഭൂയോമർഷിതഹേഹയാത്മജഗണൈസ്താദേഹദേ രേണുകാം ആഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരധായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഭൂയഃ അമർഷിത, ഭൂയോമർഷിത. അവിടെ അമർഷിത ആയ്ക്ക് പകരം പ്രശ്ലേഷ ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ഭൂയോമർഷിത ഹേഹയ ആത്മജ, ഹേഹയാത്മജ ഗണൈഹി താതേ, ഗണൈസ്താതേ ഹതേ രേണുകാം. ഭൂയോമർഷിത ഹേഹയാത്മജ ഗണൈസ്താതേ ഹതേ രേണുകാം ആഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ, ബഹുശഃ എന്നുള്ളത് ബഹുശോ എന്ന് വരുന്നു. ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ. ആഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാന ആനീത രഥ ആയുധഃ ത്വം അഗൃധാഃ വിപ്രദ്രുഹഃ ക്ഷത്രിയാൻ. ധ്യാന ആനീത, ധ്യാനാനീത രഥ ആയുധഃ ത്വം, രഥായുധസ്ത്വം അഗൃധാഃ, രഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ. ധ്യാനാനീതരഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ. ധ്യാനാനീതരഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ. ദിക് ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഭൂയോമർഷിതഹേഹയാത്മജഗണൈസ്താതേ ഹതേ രേണുകാം ആഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ. ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീ. ദശകം 36 ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ആ പരശുരാമനോട് ഒറ്റയ്ക്ക് എതിർക്കാനായിട്ട് കാർത്തവീര്യാർജുനൻ എത്തുന്നു. കാർത്തവീര്യാർജുനൻ്റെ കുറേ മക്കൾ മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പേര് പേടിച്ച് ഓടിപ്പോയി. അങ്ങനെ എല്ലാവരും ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ കാർത്തവീര്യാർജുനൻ ഒറ്റയ്ക്ക് പരശുരാമനോട് യുദ്ധത്തിനായിട്ട് വരികയും അങ്ങനെ ആ കാർത്തവീര്യാർജുനൻ്റെ എല്ലാ കൈകളും എന്ന് വെച്ചാൽ എല്ലാ ദോഷങ്ങളും നീക്കി അവനെ കൊലപ്പെടുത്തി കൊന്നുകളഞ്ഞു. ആ കാർത്തവീര്യാർജുനനെ കൊന്നിട്ട് ആ പരമമായ പദം ആയ വൈകുണ്ഠത്തെ കാർത്തവീര്യാർജുനൻ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഭൂയഃ അമർഷിതഹേഹയാത്മജഗണൈഹി താതേ ഹതേ. ഭൂയഃ അനന്തരം കോപം പൂണ്ടവരായ കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരാൽ അച്ഛനായ ജമദഗ്നി കൊല്ലപ്പെട്ടപ്പോൾ, ഇപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ മക്കൾ കുറച്ച് പേര് ഭയപ്പെട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കാർത്തവീര്യാർജുനൻ്റെ മരണം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ ശേഷിച്ച മക്കൾ കോപം പൂണ്ടവരായി. ആ കോപം പൂണ്ടവരായിട്ട് ഈ പരശുരാമനും സഹോദരങ്ങളും ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയം നോക്കി ആ ജമദഗ്നി, പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നിയെ വന്ന് കൊലപ്പെടുത്തി. അങ്ങനെ ജമദഗ്നി കൊല്ലപ്പെട്ടപ്പോൾ രേണുകാം ബഹുശഃ ഹൃദയം ആഘ്നാനാം നിരീക്ഷ്യ. രേണുക ആരാണ്? പരശുരാമൻ്റെ അമ്മ, ജമദഗ്നിയുടെ ഭാര്യ. അപ്പോൾ രേണുകയെ, അമ്മയെ അങ്ങനെ പല പ്രാവശ്യം നെഞ്ചത്തടിക്കുന്നവളായി കണ്ടിട്ട്, പരശുരാമനൊക്കെ തിരിച്ചു വന്ന സമയത്ത് അമ്മ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നതാണ് കണ്ടത്. അപ്പോൾ രേണുക ബഹുശഃ പല പ്രാവശ്യം
ഹൃദയമാജ്ഞാനാൻ നിരീക്ഷ്യ നെഞ്ചത്തടിക്കുന്നവളായി കണ്ടിട്ട് ഘോരാം പ്രതിജ്ഞാം വഹൻ ത്വം. ഘോരാം പ്രതിജ്ഞാൻ ഭയങ്കരമായ പ്രതിജ്ഞ എടുക്കുന്നവനായ നിന്തിരുവടി. അപ്പം അമ്മ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നത് കണ്ടിട്ട് പരശുരാമൻ പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായ പ്രതിജ്ഞ എടുക്കുന്നവനായ നിന്തിരുവടി ധ്യാനാനീതരഥായുധ ദിക്ചക്രേഷു വിപ്രദ്രുഹക്ഷത്രിയാൻ കുഠാരയൻ വിശിഖയൻ. ധ്യാനാനീതരഥായുധ. അപ്പോൾ വീണ്ടും നേരത്തെയും ഇതുപോലെ ധ്യാനം കൊണ്ട് തേരും ആയുധങ്ങളും വരുത്തി, അതുപോലെ തന്നെ ധ്യാനാനീതരഥായുധ ധ്യാനം കൊണ്ട് തേരും ആയുധങ്ങളും വരുത്തി ദിക്ചക്രേഷു വിപ്രദ്രുഹക്ഷത്രിയാൻ എല്ലാ ദിക്കുകളിലും ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയന്മാരോട് കുഠാരയൻ വിശിഖയൻ കുഠാരം കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും യുദ്ധം ചെയ്തും മേദിനീം നിക്ഷത്രിയാമകൃതാഹ. മേദിനീം ഭൂമിയെ നിക്ഷത്രിയ ക്ഷത്രിയരില്ലാത്തതാക്കി ചമച്ചു. മേദിനീം നിക്ഷത്രിയാം അകൃതാഹ. അപ്പോൾ ഭൂയഃ അമർഷിതഹേഹയാത്മജഗണൈഃ താദേ ഹതേ രേണുകാം ബഹുശഃ ഹൃദയമാഘ്നാനാൻ നിരീക്ഷ്യ ഘോരാം പ്രതിജ്ഞാം വഹൻ ത്വം ധ്യാനാനീതരഥായുധ ദിക്ചക്രേഷു വിപ്രദ്രുഹക്ഷത്രിയാൻ കുഠാരയൻ വിശിഖയൻ മേദിനീം നിക്ഷത്രിയാമകൃതാഹ. അപ്പോൾ ഈ ഭർത്തൃവധത്താൽ ദുഃഖിതയായിട്ടുള്ള ആ രേണുക 21 വട്ടം നെഞ്ചത്തടിച്ചു കരഞ്ഞുവെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കും എന്നുള്ള പ്രതിജ്ഞ ചെയ്തതെന്നാണ് പ്രസിദ്ധി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, തങ്ങളുടെ പിതാവിൻ്റെ മരണത്തിന് പ്രതിക്രിയ ചെയ്യാൻ കഴിവില്ലാതെ യുദ്ധഭൂമിയിൽ നിന്നും പേടിച്ചോടിയ ഹേഹയപുത്രന്മാരാൽ അങ്ങയുടെ പിതാവ് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ മക്കളാരും ആശ്രമത്തിലില്ലാത്ത അവസരത്തിൽ ഈ ഹേഹയന്മാർ എന്നുവെച്ചാൽ കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ കൊല ചെയ്യപ്പെട്ട ഭർത്താവിൻ്റെ മൃതശരീരം കണ്ട് മാറത്തടിച്ച് കരയുന്ന രേണുകയെ കണ്ടിട്ട് അവിടുന്ന് ഘോരമായ പ്രതിജ്ഞയെടുത്തു. എത്ര തവണ അമ്മ മാറത്തടിച്ച് കരഞ്ഞോ അത്രയും തവണ ഭൂമിയിലെ ക്ഷത്രിയരെ എല്ലാം കൊന്നെടുക്കും എന്നുള്ളതായിരുന്നു ആ ശപഥം. 21 പ്രാവശ്യമാണ് രേണുക മാറത്തടിച്ചത്. അത് കഴിഞ്ഞ് പണ്ടത്തെ പോലെ ധ്യാനത്തിലൂടെ വരുത്തപ്പെട്ട രഥത്തോടും ആയുധങ്ങളോടും കൂടി അങ്ങ് ഭൂമിയിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് തൻ്റെ മഴുകൊണ്ടും ബാണങ്ങളെ കൊണ്ടും ബ്രാഹ്മണ വിരോധികളായ ക്ഷത്രിയന്മാരെയെല്ലാം കൊന്നൊടുക്കി ഭൂമിയെ ക്ഷത്രിയ ശൂന്യമാക്കി മാറ്റിയല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭൂയോമർഷിതഹേഹയാത്മജഗണൈസ്താദേഹദേ രേണുകാം ആഘ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീ.